നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നരച്ച മുടി പ്രായമാകുന്നതിൻ്റെ ലക്ഷണമായാണ് നാം കണ്ടിരുന്നത്. എന്നാൽ ഇന്നത് പഴങ്കഥയായി മാറിയിരിക്കുകയാണ്. ചെറുപ്പക്കാരിലും ഇന്ന് പരക്കെ നര കാണുന്നുണ്ട്. ചെറുപ്പക്കാരിൽ മാത്രമല്ല, ചെറിയ കുട്ടികളിൽ പോലും ഇന്ന് നര കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഈ നരയൊക്കെ കാണുന്ന സമയത്ത് തന്നെ നമ്മൾ പെട്ടെന്ന് കെമിക്കൽ ഡൈയൊക്കെ ഉപയോഗിച്ചിട്ട് നര കറുപ്പിക്കാറാണ് പതിവ്. എന്നാൽ ഇങ്ങനെ കെമിക്കൽ ഡൈയൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷം തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കെമിക്കൽ ഡൈ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് പലതരത്തിലുള്ള അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അലർജി പ്രശ്നങ്ങൾ മാത്രമല്ല, അത് പലതരത്തിലുള്ള വലിയ രോഗങ്ങളിലേക്കും വഴിതെളിക്കുന്നു എന്നൊക്കെയാണ് പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അലർജി പലതരത്തിലുണ്ടാവാം. സ്കിൻ അലർജി, അതുപോലെ നമ്മുടെ മുടിയിൽ, സ്കാൽപ്പിലൊക്കെ ഉണ്ടാകുന്ന അലർജികൾ എന്നിങ്ങനെ പലതരത്തിൽ നമുക്ക് അലർജി ഉണ്ടാവാറുണ്ട്. എന്നാൽ നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന കെമിക്കൽ ഇല്ലാത്ത ഹെയർ ഡേ ഒക്കെ ഉപയോഗിച്ചാൽ റിസൾട്ട് കിട്ടാൻ കുറച്ച് താമസം ഉണ്ടെങ്കിൽ പോലും ഇതുപോലെയുള്ള അലർജിയൊന്നും നമുക്ക് ഉണ്ടാവാറില്ല. അങ്ങനെ തയ്യാറാക്കിയ ഒരു ഹെയർ ഡേ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. ഇത് വളരെ നല്ല രീതിയിൽ മുടി കറുപ്പിക്കാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും പുതിയ മുടികളൊക്കെ വരുന്നത് കറുത്ത് വരാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ ഡേ ആണ്. നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഹെയർ ഡേ മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള തേയില വെള്ളമാണ്. അതിനായിട്ട് 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തേയില ചേർത്ത് കൊടുക്കാം. നല്ല കടുപ്പത്തിലുള്ള ഒരു തേയില വെള്ളമാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. ഹെന്ന ഉപയോഗിക്കാത്തവർക്ക് വേണ്ടി കൂടിയാണ് ഇങ്ങനെ ഒരു ഹെയർ ഡേ. ഹെന്ന ഉപയോഗിക്കുന്നവർക്ക് 2 ടേബിൾ സ്പൂൺ തേയില എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് തേയില വെള്ളം തയ്യാറാക്കി കടുപ്പത്തിൽ തയ്യാറാക്കി എടുത്താൽ മതിയാവും. നമ്മൾ ഹെന്ന ഉപയോഗിക്കുമ്പോൾ മുടിക്ക് കിട്ടുന്ന ആ ഒരു ബ്രൗൺ കളറ് ഈ തേയിലയിൽ കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 ടേബിൾ സ്പൂൺ തേയില ഉപയോഗിച്ചിട്ട് ഈ വെള്ളം തയ്യാറാക്കി എടുക്കുന്നത്. തേയില വെള്ളം തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് തീ ഒന്ന് ചെറുതായിട്ട് വെക്കാം. അതിനുശേഷം ഇത് ചെറു തീയിലിട്ടിട്ട് വേണം ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ട്. വറ്റിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ തേയിലയുടെ ഫുൾ കളറ് ഈ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടും. തേയില മുടി വളരാനും മുടിക്ക് നല്ലൊരു നിറം കൊടുക്കാനും അതുപോലെ മുടിയുടെ ഉള്ള നിറം നിലനിർത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു ഹെയർ ഡേ തയ്യാറാക്കുമ്പോഴും അതിൽ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളം ഇതുപോലെ തേയില വെള്ളമാണെങ്കിൽ വളരെ ഗുണമായിരിക്കും കിട്ടുക. ഇനി നമുക്ക് തേയില വെള്ളം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയത്തേക്ക് നമുക്ക് ഒരു കാര്യം കൂടി ചെയ്തെടുക്കാനുണ്ട്. ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി നമുക്ക് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഭൃംഗരാജിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഭൃംഗരാജ് എന്ന് പറഞ്ഞാൽ കയ്യോന്നി നമ്മുടെ പറമ്പിലും അതുപോലെ തൊടിയിലും ഒക്കെ ധാരാളമായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണിത്. ഇത് മുടിക്ക് കറുപ്പ് കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മൾ ഭൃംഗരാജിൻ്റെ എണ്ണയൊക്കെ വാങ്ങി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ പലതരം പരസ്യങ്ങളിലൊക്കെ നമ്മൾ ഈ ഭൃംഗരാജിനെ കുറിച്ച് കാണാറുണ്ട്. അത് ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് മുടി കറുപ്പിക്കാനായിട്ട്. ഈ ഭൃംഗരാജിൻ്റെ പൊടി 2 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് കളറ് മാറിയൊന്നും കരിഞ്ഞു പോകണ്ട, നമുക്ക് നന്നായി ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. നിങ്ങൾക്ക് ഈ ഭൃംഗരാജിൻ്റെ ചെടി കിട്ടുകയാണെങ്കിൽ അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്താലും മതിയാകും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കോഫി പൗഡറാണ്. ഏകദേശം 1 ടീസ്പൂണോളം കോഫി പൗഡർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. അതല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നൈസായിട്ട് പൊടിച്ചെടുത്ത കോഫി പൗഡർ ആണെങ്കിലും മതി. ഇനി അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നുകൂടി ചൂടാക്കി എടുക്കാം. ഈ സമയം നമ്മുടെ തേയില വെള്ളം തണുത്ത് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് അരിച്ചുകൂടി എടുക്കാം. തേയില വെള്ളം ഇതുപോലെ തന്നെ നമുക്ക് മുടിയിൽ വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ഇനി വാഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ദിവസവും സ്പ്രേ ചെയ്ത് മുടിയിൽ യൂസ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഒരാഴ്ചത്തേക്കൊക്കെ നമുക്കിങ്ങനെ തേയില വെള്ളം തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായി പോകും. അതുകൊണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് തണുപ്പ് മാറിയതിന് ശേഷം മുടിയിൽ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി ഈ തേയില വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹെയർ ഡേ മിക്സ് ചെയ്യാൻ പോകുന്നത്. മുൻപ് പറഞ്ഞു, നമ്മൾ ഹെന്ന ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ നല്ല കടുപ്പത്തിലുള്ള തേയില വെള്ളമാണ് തയ്യാറാക്കേണ്ടത്. ഇനി നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് ഈ ഒരു തേയില വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഭൃംഗരാജും കോഫി പൗഡറും നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ തീ ഓഫ് ചെയ്യാതെ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്തായാലും വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഇത് മുഖത്തേക്കും കയ്യിലേക്കും ഒക്കെ തെറിക്കാതിരിക്കാനായിട്ട്. ഇനി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തീ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീ ഒന്നുകൂടി ഓണാക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് കുറുക്കിയും കൂടി എടുക്കാം. ഒരുപാട് അങ്ങനെ കട്ടിയായിട്ട് കുറുക്കിയെടുക്കണ്ട, ഒരു മീഡിയം ടൈപ്പ് ഈ ഒരു രീതിയിൽ കുറുക്കിയൊന്നെടുത്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പൊടികൾ ചൂടാക്കി എടുക്കുമ്പോൾ ഒരുപാട് കരിഞ്ഞു പോകരുത് എന്നുള്ളതാണ്. കരിഞ്ഞു പോകുമ്പോൾ ഇതിലുള്ള വൈറ്റമിൻ സി ഒക്കെ നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല.
ഇനി നമ്മളിത് നന്നായി കുറുക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ചീനച്ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചുകൂടി വെക്കാം. ഒരു 8 മണിക്കൂർ നേരം കഴിഞ്ഞിട്ട് വേണം നമ്മളിത് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാനായിട്ട്. ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കുന്നതിന് മുൻപ് നമുക്ക് 1-2 കാര്യം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അത് 8 മണിക്കൂറിന് ശേഷം മാത്രം മതി. അപ്പോഴേക്കും കോഫി പൗഡറിൻ്റെയും നമ്മുടെ ഭൃംഗരാജിൻ്റെയും ഒക്കെ സ്റ്റെയിന് ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങി യോജിക്കുകയും അതുപോലെ നമ്മുടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലുള്ള ആ ഇരുമ്പിൻ്റെ ഒരു അംശം കൂടെ ഈ ഒരു മിക്സിലേക്ക് കിട്ടുകയും ചെയ്യും. ഇനി നമുക്കൊരു 8 മണിക്കൂർ നേരത്തേന് ഇത് അടച്ചു വെക്കാം. നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് 8 മണിക്കൂറിന് ശേഷമാണ്. രാത്രിയിൽ തയ്യാറാക്കി വെച്ചാൽ രാവിലെ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു മിക്സൊക്കെ കുറച്ചുകൂടി ഒന്ന് ടൈറ്റായി കിട്ടിയിട്ടുണ്ടാവും. അത് കുഴപ്പമൊന്നുമില്ല. നമുക്കിതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാനുള്ളതാണ്. എന്നാലും ഇപ്പോൾ തന്നെ നമുക്കിത് നന്നായിട്ട് കറുത്ത കളറിലായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഭൃംഗരാജ് കോഫി പൗഡർ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നീലയമരിപ്പൊടിയാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ നീലയമരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നീലയമരിപ്പൊടി ഏറ്റവും നല്ല രീതിയിൽ മുടിക്ക് കറുപ്പ് കൊടുക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അത് മാത്രമല്ല മുടി നന്നായിട്ട് വളരാനും ഒക്കെ സഹായിക്കും. പലതരത്തിലുള്ള എണ്ണകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് നീലയമരി. നമ്മൾ മുടി വളരാനും അതുപോലെ മുടിക്ക് കറുപ്പ് കിട്ടാനും ഒക്കെ വാങ്ങിക്കുന്ന പലതരം എണ്ണകളിലും ഈ നീലയമരിയും ഭൃംഗരാജും ഒക്കെ ചേർന്നിട്ടുണ്ട്. ഇനി നമ്മൾ മുൻപ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേയിലവെള്ളം ഉണ്ടല്ലോ, അത് കുറച്ചുകൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. കുറച്ചുകൂടി വെള്ളം ചേർത്ത് ചൂടാക്കിയാൽ മതി. നീലയമരിയിലേക്ക് നമ്മൾ ഒരിക്കലും സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ നീലയമരി അതിൻ്റെ സ്റ്റെയിൻ റിലീസ് ചെയ്യത്തുള്ളൂ. പച്ചവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നീലയമരിയുടെ കളറ് മുടിയിലേക്ക് പിടിക്കുകയുമില്ല. നീലയമരിപ്പൊടിയുടെ ആ ഒരു ഗുണം മുടിക്ക് കിട്ടുകയുമില്ല. പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നീലയമരി തേച്ചിട്ടും മുടിക്ക് കറുപ്പ് കിട്ടിയില്ല എന്നൊക്കെ. അത് മിക്സ് ചെയ്യുന്ന രീതിയെ ആശ്രയിച്ചിരിക്കും. സാധാരണ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീലയമരിയുടെ കറുപ്പ് കളർ ഒരിക്കലും മുടിക്ക് കിട്ടില്ല. ഞാൻ എൻ്റെ മുടി കറുപ്പിക്കുന്നത് ഈ നീലയമരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളം കൂടി പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ മുടിയിലേക്ക് പറ്റി പിടിച്ചിരിക്കുന്ന രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നീലയമരിയുടെ ആ കറുപ്പ് കളർ നമ്മുടെ മുടിയിൽ കുറച്ചധിക കാലം നിലനിൽക്കാനായിട്ടാണ്. നമ്മൾ സാധാരണ ഒരു ഹെയർ ഡേ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, കെമിക്കൽ അല്ലാത്ത ഹെയർ ഡേ ആണെങ്കിൽ 1 ആഴ്ച 2 ആഴ്ചയൊക്കെ നമുക്ക് മുടിയിൽ നിറം നിൽക്കുകയുള്ളൂ ആ കറുപ്പ് കളറ്. ഇതങ്ങനെയല്ല. ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഏകദേശം 1 മാസത്തോളം നമുക്ക് മുടിക്ക് ആ കറുപ്പ് കളർ നിലനിൽക്കും. ഇനി നമുക്കൊരു 2-3 മിനിറ്റ് നേരത്തേനും മൂടി വെച്ചിട്ട് ഇതൊന്ന് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ 2-3 മിനിറ്റ് നേരം എന്ന് പറയുന്നത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ നീലയമരി മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ആ സ്റ്റെയിൻ ഒന്ന് റിലീസ് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് നേരം നീലയമരി മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ അടച്ചു വെക്കുകയോ അല്ലെങ്കിൽ മാറ്റി വെക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് നേരം മാത്രം മതി. ഇനി നമുക്കിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ മുടിയിലേക്ക് നീലയമരിപ്പൊടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിയിൽ ഒട്ടും തന്നെ എണ്ണമയം ഉണ്ടാകാൻ പാടില്ല. എണ്ണമയമുള്ള മുടിയിൽ ഈ നീലയമരിയുടെ കളർ ഒരിക്കലും പിടിക്കുകയില്ല. ഷാമ്പു ചെയ്ത് വാഷ് ചെയ്ത മുടിയിലായിരിക്കണം നമ്മൾ നീലയമരി ഇട്ട ഹെയർ ഡേ അപ്ലൈ ചെയ്യേണ്ടത്. മുടിയിൽ നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഏകദേശം 1 മണിക്കൂറെങ്കിലും നമ്മൾ ഇത് മുടിയിൽ വെച്ചിരിക്കണം. എണ്ണയൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഒരുപാട് മുടി ഡ്രൈ ആവില്ല. എങ്കിലും നമുക്കൊരു ഷവർ ക്യാപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. മുടി നന്നായി വാഷ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ മുടിയിൽ ഒട്ടും തന്നെ ഷാമ്പു ഉപയോഗിക്കാൻ പാടില്ല. സാധാരണ വെള്ളത്തിലേ വാഷ് ചെയ്യാവുള്ളൂ. ഷാമ്പു ഉപയോഗിക്കണമെങ്കിൽ ഒരു 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ നീലയമരിയുടെ കളറ് വാഷൗട്ടായി പോവും. ഇത് ഹെന്ന ഉപയോഗിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഹെയർ ഡേ നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി ഹെന്ന ഉപയോഗിക്കേണ്ടവർക്ക് ഈ ഒരു പൊടിയിൽ നമ്മൾ ഭൃംഗരാജ് മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഹെന്നയെ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും നമ്മുടെ